തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് മണ്ഡലത്തിലെ മത്സരം പഴയ പാർട്ടി സഖാക്കൾ തമ്മിലാണ്. തുടർച്ചയായ രണ്ടാം അംഗത്തിനിറങ്ങുന്ന മന്ത്രി GR അനിലിനെതിരെ മുൻ CPI നേതാവായ മീനാങ്കൽ കുമാറിനെയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായിരുന്ന PS പ്രശാന്ത് ഇത്തവണ ഇടത് പാളയത്തിനൊപ്പമാണെന്നതും മണ്ഡലത്തിലെ മറ്റൊരു കൗതുകം. നെടുമങ്ങാട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി GR അനിൽ രണ്ടാം പിണറായി സർക്കാരിലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയാണ്. 2021 GRനായി പ്രചരണത്തിനിറങ്ങിയ പഴയ CPI നേതാവ് മീനാങ്കൽ കുമാറാണ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി. CPIയുടെ സംസ്ഥാന കൗൺസിൽ അംഗമായ മീനാങ്കൽ കുമാർ കഴിഞ്ഞ ഒക്ടോബറിലാണ് പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നത്. ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന കൗൺസിലിലേക്ക് തന്നെ പരിഗണിക്കാത്തതിൽ മീനാങ്കൽ കുമാർ പരസ്യമായി പ്രതിഷേധം അറിയിച്ചു. പിന്നാലെ പാർട്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ചാണ് CPIയിൽ നിന്ന് പുറത്തു വരുന്നത്. മീനാങ്കലിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ മണ്ഡലത്തിലെ CPI വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ കഴിയുമെന്ന് UDF കണക്ക് കൂട്ടുന്നു. ജനങ്ങളുടെ മനസ്സിൽ ഒരു മാറ്റം ആഗ്രഹിക്കുക. കാരണം ഈ മണ്ഡലത്തിന്റെ വികസന തകർച്ചയാണ് അതിനൊരു കാരണം. മന്ത്രി എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള ഏതൊരു വികസന പ്രവർത്തനവും നടത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, മറ്റൊരു പുതിയ വികസനം ഇവിടെ ചൂണ്ടിക്കാണിക്കാനില്ല. 2021 കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന PS പ്രശാന്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ തുടർന്നാണ് കോൺഗ്രസ് നേതൃത്വമായി ഉടക്കി പാർട്ടി വിടുന്നതും ഇടതുപക്ഷമായി സഹകരിക്കുന്നതും. അതേസമയം മണ്ഡലത്തിലെ കണക്കുകൾ ഇടതുമുന്നണിക്ക് അനുകൂലമാണ്. 2016 മുൻ മന്ത്രിയും മുതിർന്ന CPI നേതാവുമായിരുന്ന C ദിവാകരനായിരുന്നു മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. C ദിവാകരന്റെ ഭൂരിപക്ഷം 3600 വോട്ടായിരുന്നെങ്കിൽ GR അനിൽ ഈ മണ്ഡലം നിലനിർത്തിയത് കഴിഞ്ഞ തവണ ഈ മണ്ഡലം നിലനിർത്തിയത് 23,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു. ഭൂരിപക്ഷം ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ജനങ്ങളുടെ ഒരു പ്രതികരണം കണ്ടപ്പോൾ അതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷം സ്വാഭാവികമായും ലഭ്യമാകുമെന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് കാണാൻ കഴിയുന്നത്. രാഷ്ട്രീയമായിട്ടുള്ള പോരാട്ടമാണ്. സ്ഥാനാർത്ഥിയൊക്കെ ഇന്ന് നിൽക്കുന്ന ആൾ നാളെ കൂറുമാറി മറ്റൊരു പാർട്ടിയിൽ പോയാൽ അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ ചർച്ച ചെയ്യാറ്. യുവനേതാവായ യുവരാജ് ഗോകുലിനെയാണ് BJP മണ്ഡലത്തിൽ കളത്തിലിറക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വെറും 5000 വോട്ടിന് മാത്രമാണ് പുറകിൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത്തവണ നമ്മൾ ജയിക്കും എന്നുള്ള പരിപൂർണമായ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പഴയ പാർട്ടി സഖാക്കളുടെ പോരാട്ടത്തിനപ്പുറത്തേക്ക് നിലവിലെ മന്ത്രിസഭാംഗം മത്സരിക്കുന്ന മണ്ഡലത്തിൽ വികസനവും രാഷ്ട്രീയവും ചർച്ചയാകുമെന്നത് ഉറപ്പാണ്. ക്യാമറ പേഴ്സൺ അനന്തുവിനൊപ്പം സഫൻ VP, മീഡിയ 1, തിരുവനന്തപുരം.